ഹായ്, ബിഗ് ബോസ് തീരാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രൊമോയിൽ കണ്ട ആ പ്രണയാഭ്യർത്ഥന, ആ വിവാഹാലോചന, അതായത് അനീഷ് അനുമോൾ വിവാഹാലോചന, അത് കഴിഞ്ഞിരിക്കുന്നു ലൈവിൽ. ഇപ്പോ അനീഷ് അങ്ങ് തേരാപ്പാര നടക്കുകയാണ്. അനുമോളാണെങ്കിൽ, എടോ മനുഷ്യ, നിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ചേട്ടനായിട്ടാ കണ്ടിരിക്കുന്നത്, ബ്രദറായിട്ടാ കണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് അനീഷിനോടല്ല, ആദിലയോട്. എന്താണ് സംഭവം? അനീഷും അനുമോളും കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ സ്നേഹത്തിലാണ്. വളരെ സ്നേഹത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് ഒറ്റപ്പെട്ടു ബിഗ് ബോസ് വീട്ടിൽ. അതായത് അനുമോൾ തെറ്റ് ചെയ്തു, എല്ലാവരും അനുമോൾക്കെതിരെ തിരിഞ്ഞു. തീർച്ചയായും അവിടെ അനുമോൾ നാടകം കളിച്ചതല്ല, ഒറ്റപ്പെട്ടത് തന്നെയാണ്. അത് കുറച്ചുകൂടി അനുമോൾ പൊലിപ്പിച്ചു എന്ന് മാത്രം. അവിടെ അനീഷ് രക്ഷകനാകുന്നു. കാരണം അനീഷിന് ബിഗ് ബോസ് ഗെയിം അറിയാം. അനീഷ് കൃത്യമായി രക്ഷകനായി അനുമോളുടെ അടുത്ത് കൂടുന്നു, അനുമോളെ ആശ്വസിപ്പിക്കുന്നു, അനുമോളും സ്നേഹം കാണിക്കുന്നു. രണ്ടുപേരും അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. പല സമയത്തും അനീഷിന്റെ സംസാര രീതിയിൽ എന്തോ ഒരു പന്തികേട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അനുമോള് തമാശയായിട്ടാണ് ഈ വിഷയം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിരുന്നത് മുൻപ്. ഇന്നലത്തെ എപ്പിസോഡിൽ അത് ഏകദേശം തീരുമാനമായി. അനീഷിന്റെ ഒലിപ്പിക്കൽ, അതായത് ക്രിഞ്ച് പരിപാടി, അത് അനീഷ് ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ രണ്ടുപേരും രണ്ട് ചെയറിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അനീഷ് ചോദിക്കുന്നു, എന്താണ് എന്നെക്കുറിച്ചുള്ള നിന്റെ അഭിപ്രായം? അനുമോൾ പറയുന്നു, ആദ്യമൊന്നും എനിക്ക് ചേട്ടന് ഇഷ്ടമുണ്ടായിരുന്നില്ല, ഇപ്പോൾ ചേട്ടൻ നല്ല മനുഷ്യനാണ്, നല്ല ആളാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ അനീഷ് പറയുന്നു, എന്നാൽ നമ്മൾക്ക് വിവാഹം കഴിച്ചാലോ എന്ന്. തീർച്ചയായും അങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. പക്ഷെ ഇത് അനീഷിന്റെ ഒരു അടവാണോ? അനീഷിന് അവിടെ പ്രത്യേകിച്ച് ഗെയിമൊന്നുമില്ല. ഇപ്പോൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി നടക്കില്ല. കാരണം എല്ലാവരും സ്നേഹത്തോടെയാണ് അനീഷിനോട് പെരുമാറുന്നത്. അവസാന നിമിഷമല്ലേ ഒരുപക്ഷെ അനുമോൾ കത്തിക്കയറുന്നു എന്ന് തോന്നിയപ്പോൾ അതിനിട്ടൊരു പണി. അനുമോൾ എന്തായാലും നോ പറയുമെന്ന് അനീഷിന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ കുറച്ച് സെന്റി ട്രാക്ക് അത് വർക്കൗട്ട് ചെയ്യാൻ തന്നെയാണ് ഈ പറയുന്ന അനീഷ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ബോധമുള്ള ആർക്കും മനസ്സിലാവും. അതായത് അനീഷ് പ്രപ്പോസ് ചെയ്യും, അനുമോള് അനീഷിനോട് നോ പറയും. അതിലൂടെ താൻ ഒറ്റപ്പെടലും സെന്റി ട്രാക്കും നടത്താം എന്നുള്ളൊരു ചിന്തയിൽ തന്നെയാണ് അനീഷ് അത്തരം ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അനീഷ് പറയുന്നു അനുമോളോട് നമ്മൾക്ക് കല്യാണം കഴിച്ചാലോ എന്ന് ചോദിക്കുന്നു. അനുമോൾ പറയുന്നു, ഇത് പ്രാങ്ക് ആണോ, നിങ്ങൾ തമാശ പറയുകയാണോ എന്നുള്ള രീതിയിൽ കുറച്ച് നാണത്തോടെയൊക്കെ സംസാരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ ഇപ്പോഴൊന്നും കല്യാണം കഴിക്കുന്നില്ല, 2 വർഷം കഴിഞ്ഞേ ഉള്ളൂ, മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. അപ്പൊ തന്നെ അനീഷ് പിണങ്ങി അങ്ങ് എണീറ്റ് പോവുകയാണ്. അനുമോൾ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, കുറച്ച് പുറകെ നടക്കുന്നു, പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു, ചിരിക്കുന്നു. അതിനുശേഷം ആദിലെ വിളിച്ചു കൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയി കാര്യം പറയുന്നു, ഇങ്ങനെ അനീഷ് ഏട്ടൻ പറഞ്ഞു എന്ന്. ആ മനുഷ്യൻ എന്നോട് കുറച്ച് ദിവസമായി കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹം നല്ല രീതിയിലായിരുന്നു, ഞാൻ ആ വ്യക്തിയെ ഒരു സഹോദരനായിട്ടാണ് കണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അനുമോൾ പറയുന്നു ആദിലയോട്. അദ്ദേഹം സീരിയസ് ആയി തന്നെ പറഞ്ഞതാണ് എന്നുള്ള രീതിയിലാണ് അനുമോൾ പറയുന്നത്. അപ്പൊ ആദില പറയുന്നുണ്ട്, ഇനി ചോദിച്ചു കഴിഞ്ഞാൽ നീ പറയേ, നീ അയാളെ ബ്രദറായിട്ടാണ് കണ്ടിരിക്കുന്നത് എന്ന് പറയേ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ അനുമോൾക്ക് പേടിയാവുന്നു എന്നുള്ളതാണ്. ഇവിടെ അനുമോൾ കുറച്ച് റിയലും അനീഷ് പക്ക ഗെയിമുമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജി ഇത് തന്നെയാണ്. അതായത് അനുമോളോട് പ്രണയാഭ്യർത്ഥന നടത്തുക, അനുമോൾ നോ പറയും എന്ന് അനീഷിന് ഉറപ്പാണ്. മുൻപ് ഷാനവാസിനോട് കാണിച്ചൊരു രീതിയുണ്ട്. ഷാനവാസുമായിട്ട് ഫ്രണ്ട്ഷിപ്പിലാവുന്നു, എന്നിട്ട് ഷാനവാസ് എന്നെ ചതിച്ചു എന്നാക്കി തീർക്കാൻ ശ്രമിക്കുന്നു. ആ ഒരു രീതി തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. അനുമോളുമായിട്ട് സൗഹൃദം കൂടുന്നു, അനുമോളെ പ്രപ്പോസ് ചെയ്യുന്നു, അനുമോൾ നോ പറയുമെന്ന് അനീഷിന് ഉറപ്പാണ്. അങ്ങനെ നോ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 7 അവസാന ദിവസങ്ങളാണ്. ഈ സമയത്ത് അനുമോൾ നോ പറയുമ്പോൾ താൻ സങ്കടത്തോടെ മാറിയിരിക്കണം, പ്രേക്ഷകരെല്ലാവരും എന്റെ സങ്കടത്തിൽ പങ്കുചേരണം. ഇത് അനീഷിന്റെ പക്ക ഗെയിമാണ്. അനീഷിന് അറിയാം ഇവിടെ അനുമോൾക്ക് അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ട് എന്ന്. അവിടെ അനുമോളെ ഒരു വില്ലത്തിയാക്കി മാറ്റുകയും അതിലൂടെ അനീഷ് പ്രേക്ഷക മനസ്സിൽ ഇടം പിടിക്കുകയും വേണം. അതായത് സെന്റി ട്രാക്ക് വർക്കൗട്ട് ചെയ്ത് അതിലൂടെ താൻ കപ്പ് നേടണം എന്നുള്ള ഒരു ചിന്ത തന്നെയാണ്. ഇത് പക്ക കള്ളത്തരമാണ്. ആ ഒരു രീതിയിൽ തന്നെയാണ് എനിക്കിത് തോന്നിയിരിക്കുന്നത്. ഇത് പ്രാങ്ക് ആണോ തമാശയാണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നിയ കാര്യം ഇതാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.